Good afternoon all. Good afternoon. പറയുന്നത് കേൾക്കുന്നുണ്ടോ? Okay. Then ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോ നിങ്ങൾക്ക് ഇനി ക്ലാസ് വെക്കാനായിട്ട് ഞാൻ കൂടി ഉണ്ടാകും. ഓക്കെ, അപ്പോ എന്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ട്രീസ. ഓക്കെ, കേൾക്കുന്നുണ്ടോ പറയുന്നത്? കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, അപ്പോ ഇനി നിങ്ങൾക്ക് ക്ലാസ് വെക്കാനായിട്ട് ഞാൻ കൂടി ഉണ്ടാകും. ഓക്കെ, നിങ്ങളെല്ലാവരെയും ഒറ്റയടിക്ക് പരിചയപ്പെടാനൊന്നും പറ്റില്ല, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഓരോ ക്ലാസ്സിലൂടെ എല്ലാവരെയൊക്കെ ജസ്റ്റ് പരിചയപ്പെടാം. അപ്പോ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് നമുക്ക് ക്ലാസ്സിലൂടെ പോകാം കേട്ടോ. അധികം നമുക്ക് സംസാരിച്ച് സമയം കളയണ്ടല്ലോ. നമുക്ക് ക്ലാസ്സിലൂടെ പൊതുവെ എല്ലാവരെയൊക്കെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഞാൻ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേരാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലാണ് അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ഒരു ടോട്ടൽ ആയിട്ടൊരു ഹോസ്പിറ്റൽ എന്താണോ അവിടെ നമ്മൾ നടക്കുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ അല്ലെ? അപ്പോ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാം. കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ പോകാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ട് തന്നെയാണ് അല്ലെ? നമ്മുടെ ലൈഫിന്റെ പാർട്ട് അല്ലേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? നമുക്ക് മനുഷ്യരാണ്, അസുഖങ്ങളൊക്കെ വരും, നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്, അഡ്മിറ്റ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പോ നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഇനി കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിലൂടെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ടെൻഷനൊന്നും വേണ്ട, നമ്മുടെ ക്ലാസ് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് പോകണം, ഒരു ടെൻഷനും വേണ്ട. മാക്സിമം നിങ്ങൾക്ക് എളുപ്പം ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഒരുപാട് എന്താ പറയാ പോകാത്ത രീതിയിൽ സിമ്പിൾ ആയിട്ടൊക്കെ പറഞ്ഞു തരാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയും. ഞാൻ വായിക്കുമ്പോൾ തന്നെ അത് നിങ്ങൾ ഓൾറെഡി അണ്ടർലൈൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളും എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്ത് പോകാം. ഓക്കെ, ആണോ എല്ലാവരും? ഓക്കെ, അപ്പോ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിന്റുകൾ ടീച്ചർ അടയാളപ്പെടുത്താൻ പറയുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് പോകുക. ദെൻ നിങ്ങൾക്ക് തരുന്ന മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും തരുന്ന മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഇതിലൊരു 50% മോക്ക് ടെസ്റ്റിന്റെ ആ ഒരു മോഡലൊക്കെ തന്നെയായിരിക്കും നമുക്ക് എക്സാമിനും ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഓരോ ദിവസവും 5 മോക്ക് ടെസ്റ്റ്, 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. സോ ഈ 5 ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അതാത് ദിവസം തരുന്ന മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന 5 എണ്ണം വെച്ച് പഠിച്ചു പോകാം. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ ഒരു റിവിഷന്റെ ആവശ്യം തന്നെ വരുന്നില്ല. ഓക്കെ, ഡെയിലി അതൊരു റിവിഷൻ പോലെ 5 ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾക്ക് എടുക്കുന്ന ക്ലാസ്സുകൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ പഠിച്ചു പോകാം. ഓക്കെ, ആണല്ലോ എല്ലാവരും? നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് ചാപ്റ്ററിന്റെ പേര് നോക്കാം അല്ലെ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഹോസ്പിറ്റലായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നവരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് മറ്റേതെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ടോ? ആരുമില്ല, എല്ലാവരും സ്റ്റുഡന്റ് ഉണ്ട്. ഓക്കെ, ലിയ ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യുന്നത്? ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഒരുപാട് പേരുണ്ട്. ലിയ എന്തായിട്ടായിരുന്നോ? ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലായിരുന്നോ? ഓക്കെ, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഫ്രണ്ട് ഓഫീസിൽ. ഓക്കെ ഓക്കെ. ഇപ്പൊ നമുക്ക് നോക്കാം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിൽ വരും, നമുക്കൊരു ചെറിയൊരു അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും അല്ലെ. ഇപ്പൊ ഒരു ചെറിയൊരു പനിയോ ചുമയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു, നമ്മൾ അവിടെ പോയിട്ട് ചുറ്റും കാര്യങ്ങളൊക്കെ എടുത്തു ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ എന്ത് ചെയ്യും? മെഡിസിൻ ഒക്കെ എഴുതും. ഒരു 5 ദിവസത്തേക്കുള്ള മെഡിസിൻ ഒക്കെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോക്ടറുടെ ചികിത്സ ട്രീറ്റ്മെന്റിന് ശേഷം നമ്മൾ മെഡിസിൻ 5 ദിവസത്തേക്ക് മെഡിസിൻ എഴുതിയിട്ടുണ്ടാകും. സോ നമ്മൾ ആ ഫാർമസിയിൽ പോയി മെഡിസിൻ ഒക്കെ വാങ്ങിച്ചു. ചിലപ്പോൾ ഡോക്ടർ പറയും 5 ദിവസം മെഡിസിൻ കഴിക്കൂ, കഴിച്ചതിന് ശേഷം 5 ദിവസം മെഡിസിൻ കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് വരാനായിട്ട് പറയും അല്ലെ. നമ്മൾ ഡോക്ടറെ കണ്ടു, നമുക്കുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ഡോക്ടറിൽ നിന്നും ലഭിച്ചു. ഡോക്ടർ നമുക്ക് 5 ദിവസത്തേക്കുള്ള മെഡിസിൻ സജസ്റ്റ് ചെയ്തു. ആ മെഡിസിൻ നമ്മൾ ആ ഫാർമസിയിൽ പോയി വാങ്ങി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരെ തിരികെ വീട്ടിലേക്ക് വന്നു അല്ലേ. നമ്മളവിടെ അഡ്മിറ്റ് ആയിട്ടില്ല, പക്ഷെ നമുക്ക് എന്താണ്? ഡോക്ടറുടെ സേവനം നമുക്ക് ലഭിച്ചു. ഓക്കെ, അപ്പോ നമ്മളൊരു ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആകാതെ നമുക്കൊരു ഡോക്ടറിന്റെ സേവനമൊക്കെ ലഭിക്കുന്നതിനെ, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ അസുഖങ്ങളായിട്ട് ഡോക്ടറെ കാണുന്നു, ഡോക്ടർ നമുക്കുള്ള മെഡിസിൻ ഒക്കെ സജസ്റ്റ് ചെയ്യുന്നു, നമ്മൾ മെഡിസിൻ ഒക്കെ വാങ്ങിച്ചു തിരികെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീട്ടിലേക്ക് പോകുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഔട്ട് പേഷ്യന്റ് പ്രോസസ് അല്ല. ഈ ഒരു മീൻസ് നമ്മളവിടെ അഡ്മിറ്റ് ചെയ്യാതെ, ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട് പേഷ്യന്റ് പുറത്തേക്ക് പോവുകയാണ്. ആ ഒരു വാക്കിൽ തന്നെയുണ്ടല്ലോ അർത്ഥം അല്ലെ, ഔട്ട്. നമ്മൾ മെഡിസിൻ ഒക്കെ വാങ്ങിച്ചു, ഡോക്ടറെ കണ്ടു, ഡോക്ടർ നമുക്കുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ പരിശോധിച്ചു, നമ്മുടെ അസുഖത്തിനുള്ള മെഡിസിൻ തന്നു അല്ലെ. 5 ദിവസത്തേക്കായിട്ടുള്ള ഒരു മെഡിസിൻ ഒക്കെ നമുക്ക് തരാം. സോ മെഡിസിൻ ഒക്കെ നമ്മൾ വാങ്ങിച്ചു, നമ്മൾ തിരികെ വീട്ടിലേക്ക് പോകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ചാപ്റ്ററിന്റെ പേരാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഔട്ട് പേഷ്യന്റ് ക്ലിയർ ആണോ? ഔട്ട് പേഷ്യന്റ് എന്താണെന്ന്? നമ്മൾ പേഷ്യന്റ് അഡ്മിറ്റ് ആവുന്നില്ല, നമ്മളൊരു ചെറിയൊരു പനിയോ ചുമയോ വന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, ഡോക്ടർ നമ്മളെ പരിശോധിച്ചു, നമുക്കുള്ള മെഡിസിൻ ഒക്കെ ഡോക്ടർ നൽകി, നമ്മൾ ആ മെഡിസിൻ ഒക്കെ വാങ്ങി വീട്ടിലേക്ക് തിരികെ പോകുന്നു. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ ഔട്ട് പേഷ്യന്റ്? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, വായിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. OPD മീൻസ്, OPD എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ടെക്സ്റ്റിൽ തന്നെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, OPD സ്റ്റാൻഡ്സ് ഫോർ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഷോർട്ട് ഫോം ഒക്കെ എക്സാമിൽ ചോദിക്കാറുണ്ട് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. Okay, OPD means outpatient department where patients come to the hospital to consult their health issues with the doctors to start treatment. കണ്ടോ, നമ്മൾ പറഞ്ഞു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് അല്ലെ. ചുമ്മാ ഹോസ്പിറ്റലിലേക്ക് വരില്ലേ നമ്മള്, നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത്, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അസുഖങ്ങളോ ആയിട്ട് നമ്മള് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. With the doctors to start treatment. ഡോക്ടറെ കാണുന്നു, ഡോക്ടർ എന്ത് ചെയ്യുന്നു? ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. കണ്ടോ, അതാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം, ഞാൻ വായിക്കാം, ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് where patients come to the hospital to consult their health issues with the doctors to start treatment. ട്രീറ്റ്മെന്റ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഓക്കെയാണോ? അണ്ടർലൈൻ ചെയ്തോ? യെസ്. അപ്പൊ OPD എന്ന് പറയുന്നത് എന്താണ്? ബുക്ക് കിട്ടിയിട്ടില്ല, കുറച്ച് പേർക്ക് കിട്ടാനുണ്ട് ടെക്സ്റ്റ്. ഓക്കെ, ബുക്ക് കയ്യിലുള്ളവരും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ദെൻ കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇത് അണ്ടർലൈൻ ചെയ്താൽ മതി. ഓക്കെ, സോ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് അവരുടെ ഒരു എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുമായിട്ടും ഡോക്ടറിനെ കാണാൻ വരുന്നു. ഡോക്ടർ അവർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, then OPD services are medical care.
പ്രൊവൈഡഡ് ഓൺ ആൻ ഔട്ട് പേഷ്യന്റ് ബേസിസ്. അല്ലെ, ഔട്ട് പേഷ്യന്റ് ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാതെ എല്ലാ പരിചരണവും രോഗിക്ക് നൽകുന്നു. അല്ലെ, ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ നിങ്ങൾ പോവാറുണ്ട് അല്ലെ, അപ്പൊ ചിലപ്പോ നമുക്ക് ഡോക്ടറെ കണ്ടു, ചിലപ്പോൾ നമ്മളോട് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ നമുക്ക് മീൻസ് ഒരു ഇഞ്ചക്ഷൻ ഡോക്ടർ എഴുതിയിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് അവിടെ അഡ്മിറ്റ് ആക്കാതെ തന്നെ എല്ലാ സേവനവും നമുക്ക് ലഭിക്കുന്നുണ്ടോ? അഡ്മിറ്റ് ആക്കാതെ തന്നെ നമുക്ക് എല്ലാ സേവനങ്ങളും, ഇപ്പൊ മെഡിസിൻ ഡോക്ടർ നമ്മളെ പരിശോധിക്കുന്നു, ചിലപ്പോൾ ഒരു ലാബ് ടെസ്റ്റുകൾ എന്തെങ്കിലും, ഒരു ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതുപോലെ ഒരു ഇഞ്ചക്ഷൻ തരുന്നു. ഇതൊക്കെ നമുക്ക് തരുന്ന സേവനമാണ് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ കെയർ ആണ്, ഒരു പരിചരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഔട്ട് പേഷ്യന്റ് ബേസിസിലാണ്, അതായത് അഡ്മിറ്റ് ആക്കാതെ ആണ് നമുക്ക് ഈ ഡോക്ടറിന്റെ പരിചരണവും മെഡിസിനും ട്രീറ്റ്മെന്റ്സും നമുക്ക് ലഭിക്കുന്നത്. Then that includes, അതായത് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഒരു ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഡയഗ്നോസിസ്. എന്ത് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, മലയാളത്തിൽ എന്താ പറയാ? ഡയഗ്നോസിസ് കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് കേൾക്കണോ? ഡയഗ്നോസിസ് മറ്റെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കുറച്ചു പേർക്കൊക്കെ അറിയാലോ. എന്ത് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല് രോഗനിർണയമാണ് അല്ലെ, രോഗത്തെ നിർണയിക്കുന്നു. Then ഒബ്സർവേഷൻ, ഒബ്സർവ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? രോഗിയെ ഒബ്സർവ് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു. Then കൺസൾട്ടേഷൻ എന്ന് വെച്ചാല് നമ്മള് പേഷ്യന്റും ഡോക്ടറും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച അല്ലെ, നമ്മൾ ഡോക്ടറെ പോയി കാണുന്നു. ട്രീറ്റ്മെന്റ്, നമ്മൾ ചികിത്സ കൊടുക്കുന്നു. ഇന്റർവെൻഷൻ എന്ന് വെച്ചാൽ ഇടപെടലുകൾ, അതായത് ഒരു പേഷ്യന്റിന്റെ നമുക്കിപ്പോ രോഗത്തിന്റെ ആ ഒരു ഡോക്ടേഴ്സ് ഇടപെടുന്നു, നഴ്സസ് ഇടപെടുന്നു, അപ്പൊ ഓരോരുത്തരുടെയും ഇടപെടലുകള്. Then റീഹാബിലിറ്റേഷൻ സർവീസ്. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ? റീഹാബിലിറ്റേഷൻ സെന്റർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്? എക്സാമ്പിൾ അറിയോ ഏതെങ്കിലും? നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയും? ഫിസിയോതെറാപ്പി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. റീഹാബിലിറ്റേഷൻ ഒരു എക്സാമ്പിൾ ആണല്ലോ ഫിസിയോതെറാപ്പി. അതായത് നമ്മുടെ രോഗം പൂർണ്ണമായിട്ടും മാറി, മീൻസ് രോഗം ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ആളുടെ സർജറിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു. ശേഷം ആളെ പഴയ ഒരു രീതിയിലോട്ട് ആ പേഷ്യന്റിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സർവീസസുകൾ, ഇപ്പൊ ഒരു കുറച്ചു നാളത്തേക്ക് അല്ലെങ്കിൽ അവർക്ക് ഫിസിയോതെറാപ്പി ആവശ്യമായി വന്നേക്കാം, 3 months 6 months ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാനായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്നു അല്ലെ. അപ്പൊ ആ ഒരു പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് OPD-യിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡയഗ്നോസിസ് അല്ലെ, നമ്മൾ പോകുമ്പോൾ രോഗം നിർണ്ണയിക്കാറുണ്ടോ? അഡ്മിറ്റ് ആക്കാതെ തന്നെ അല്ലെ, ബ്ലഡ് ടെസ്റ്റുകൾ എഴുതും, ടെസ്റ്റ് റിസൾട്ട് നമ്മൾ അപ്പൊ തന്നെ വന്ന് ഡോക്ടറെ കാണിക്കും അല്ലെ. അപ്പൊ ഡോക്ടർ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മെഡിസിൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ എന്താണ്? ഒബ്സർവേഷൻ അല്ലെ, ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒബ്സർവേഷനിലേക്ക് എടുത്തു കുറച്ച് ടൈമോ അല്ലെങ്കിൽ 1 മണിക്കൂർ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്തു. അഡ്മിറ്റ് ആക്കാതെ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഒബ്സർവേഷൻ ചെയ്യും. പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, കുഴപ്പമുണ്ടോ എന്നൊക്കെ നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്താൽ തന്നെ ചിലപ്പോ പെട്ടെന്ന് തന്നെ വിടാറുണ്ടോ? കുറച്ചു നേരം ഒബ്സർവേഷൻ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ അലർജിക്ക് ആവുന്നുണ്ടോ അല്ലെ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറയാറുണ്ടോ? നിങ്ങൾ പോവാറില്ലേ ഹോസ്പിറ്റലിലൊന്നും അല്ലെ? ഓക്കെ, ദെൻ അതുപോലെ കൺസൾട്ടേഷൻ അല്ലെ, നമ്മൾ ഡോക്ടർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട്. ട്രീറ്റ്മെന്റ്, നമ്മൾ ചികിത്സ കിട്ടുന്നു. ദെൻ ഇന്റർവെൻഷൻ, ഇടപെടലുകൾ, നഴ്സുമാരും ഡോക്ടേഴ്സും മറ്റു സ്റ്റാഫുകളും ഒരു പേഷ്യന്റിന് തമ്മിൽ ഇടപെടുന്നു. ദെൻ റീഹാബിലിറ്റേഷൻ സർവീസസ്. ഇത്രയുമാണ് നമ്മൾ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിന് നൽകുന്ന കാര്യങ്ങൾ അല്ലെ. നമുക്ക് ഇതൊക്കെ ലഭിക്കാറില്ല ഔട്ട് പേഷ്യന്റ് ബേസിസിൽ പോകുമ്പോൾ. അഡ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണോ ഡയഗ്നോസിസ് ചെയ്യുന്നതും ഒബ്സർവേഷൻ ചെയ്യുന്നതും? അല്ല അല്ലെ, ഔട്ട് പേഷ്യന്റ് ബേസിസിൽ നമുക്ക് ഇങ്ങനെയുള്ള സർവീസസുകൾ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏകദേശം ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി ഒന്ന് പറയാം. OPD എന്ന് പറയുന്നത് പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് കടന്നു വരുന്നു, ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? അതിനുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നു. ദെൻ OPD എന്ന് പറയുന്നത് അവിടെ ഡയഗ്നോസിസ് ചെയ്യുന്നു, ദെൻ ഒബ്സർവ് ചെയ്യുന്നു, കൺസൾട്ടേഷൻ ഉണ്ട്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, ഇന്റർവെൻഷൻസ് വരുന്നു, റീഹാബിലിറ്റേഷൻ സർവീസ്.
ഇവയെല്ലാം OPD ഡിപ്പാർട്ട്മെന്റിൽ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അത്രയും ഭാഗം നോക്കിയാണോ ഇൻട്രൊഡക്ഷൻ? ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരൊന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം കേട്ടോ. ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ മനസ്സിലാക്കി വായിക്കണം കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവര് വിഷമിക്കണ്ട. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവര് പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് കിട്ടും. നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് കിട്ടിയതിനു ശേഷം അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ ഫസ്റ്റ് ലൈൻ മാത്രമാണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ആദ്യത്തെ ലൈനിൽ OPD മീൻസ് outpatient department where patient come to the hospital to consult their health issue with the doctors to start the treatment. Okay. Then ഇനി നമ്മൾ പഠിച്ചു OPD ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ. ഇനി ഇവ ഓരോന്നും എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ വായിച്ച പോയിന്റ്സ് ഉണ്ടല്ലോ, അവ ഓരോന്നിനെ കുറിച്ചാണ് നോക്കാം. ഡയഗ്നോസിസ് അല്ലെ, നിങ്ങൾ പറഞ്ഞു രോഗനിർണയം. The identification of the nature of an illness or other problem by the examination of symptoms. ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയം എന്ന് പറയുന്നത് the identification of nature of an illness or other problem by examination of symptoms. അല്ലേ, എന്താണ് ഇപ്പോ ഒരു രോഗനിർണയങ്ങള് അല്ലെങ്കിൽ ഒരു രോഗലക്ഷണങ്ങള് സിംറ്റംസിന്റെ അടിസ്ഥാനത്തിൽ ചില രോഗങ്ങൾ നമുക്ക് ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇല്ലേ? ഡോക്ടറിന്റെ അടുത്ത് പോകാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്തിനുള്ള തുടക്കമാണ് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മള് എന്താ പറയാ, ഭയങ്കര തലവേദനയോ ബോഡി പെയിൻ ഒക്കെ വന്നു തുടങ്ങിയാൽ നമുക്ക് അപ്പൊ അറിയാം എന്താണ് പനി വരുന്നുണ്ട് ഇല്ലേ, നമുക്കറിയാൻ പറ്റില്ലേ? ചില രോഗലക്ഷണങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് രോഗത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. ഇവിടെ പറയുന്നത് രോഗനിർണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് നേച്ചർ ഓഫ് ആൻ ഇൽനെസ് അല്ലെ. അതായത് ഇൽനെസ് എന്ന് വെച്ചാൽ അറിയാലോ, രോഗം എന്നുള്ള അർത്ഥമാണ് ഇൽനെസ്. സോ എക്സാമിനേഷൻ ഓഫ് സിംറ്റംസ്, രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തില് രോഗലക്ഷണങ്ങൾ നോക്കി പരിശോധിച്ച് ഒരു രോഗത്തിന്റെ എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കുകയാണ്. കണ്ടുപിടിക്കുന്നതിന് എന്ത് വിളിക്കുക? ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയം. ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മൾ ഡോക്ടറോട് ഇങ്ങനെ പറയുകയാണ്, നമുക്കറിയില്ല എന്താണ് അസുഖം. ഇപ്പൊ ചിലപ്പോൾ കഠിനമായിട്ടുള്ള തലവേദന അല്ലെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഡോക്ടറിന് അറിയാം. ഓരോ സിംറ്റംസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? രോഗത്തെ നിർണ്ണയിക്കുന്നു. രോഗം നിർണ്ണയിക്കാനായിട്ട് ചിലപ്പോൾ ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം അല്ലെ. ചിലപ്പോൾ എന്ത് ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് നോക്കും, അല്ലെങ്കിൽ ഇപ്പൊ BP ഉള്ളവരാണെങ്കിൽ ഭയങ്കര ഉറക്കില്ല, അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര ക്ഷീണമാണ് എപ്പോഴും, അല്ലെങ്കിൽ എന്താ പറയാ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, തലകറക്കമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും ഡോക്ടർ? ഫസ്റ്റ് എന്താ ചെയ്യാം? BP നോക്കും അല്ലെ. ആ പേഷ്യന്റിന്റെ BP ചെക്ക് ചെയ്യും. ചിലപ്പോ ലോ ആയിരിക്കാം, ചിലപ്പോ ഹൈ ആയിരിക്കാം. സോ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ രോഗത്തിന്റെ ലക്ഷണങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റുകളൊക്കെ നടത്തി രോഗനിർണയം ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡയഗ്നോസിസ് ഓക്കെ ആണല്ലോ. രോഗലക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? രോഗത്തെ കണ്ടെത്തുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തത് ഒബ്സർവേഷൻ. നമുക്കറിയാലോ ഒബ്സർവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, the action of closely monitoring someone. നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? മോണിറ്റർ ചെയ്യുന്നതാണ്. ഒരു ക്ലോസ്ലി ആയിട്ട് ആ വ്യക്തിയെ തന്നെ മോണിറ്റർ ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക? ഒബ്സർവേഷൻ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലില് പേഷ്യന്റ് ഒബ്സർവേഷനിലാണെന്ന് പറയാറില്ലേ? കേട്ടിട്ടുണ്ടോ? പേഷ്യന്റ് ഒബ്സർവേഷനിലാണ്. ചിലപ്പോൾ ഒരു 24 hours ഒബ്സർവേഷനിൽ വെച്ചിരിക്കുകയാണ് ആളെ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രോഗിയോട് ഒരു പ്രത്യേക ശ്രദ്ധ നമുക്ക് ഉണ്ടായിരിക്കും. കാരണം പേഷ്യന്റ് എന്തെങ്കിലും ഇപ്പോ ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ
നമ്മൾ പറയാറുണ്ട്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കുഞ്ഞു കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും കുട്ടികൾ നമ്മൾ കൂടുതൽ പറയുന്നത്, ഇപ്പൊ വല്ല വീഴ്ചയൊക്കെ പറ്റുമ്പോഴേ ഒരു തല ഇടിച്ചിട്ടാണ് വീണെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ കുറച്ചു നേരം ഒബ്സർവേഷനിൽ വെക്കും. എങ്കിലും ആ കുട്ടി വോമിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ പറയും. ഇല്ലേ, പറയാറില്ല എങ്ങനെ? ഒബ്സർവേഷൻ പീരീഡ്, അതായത് ഒബ്സർവറിന്റെ ആ ഒരു ടൈമില് എന്തെങ്കിലും സിംറ്റംസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യുന്നുണ്ടോ, മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. ഇതിനാണ് എന്ത് വിളിക്കുക? ഒബ്സർവേഷൻ. ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ്ലി ആയിട്ട് മോണിറ്ററിങ് ചെയ്യുന്നു, നിരീക്ഷിക്കുകയാണ്. എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടോ അവന്റെ ശരീരത്തിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ ആ ഒരു പേഷ്യന്റിനെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നിരീക്ഷിക്കുകയാണ്. ഓക്കെ. ദെൻ മൂന്നാമത്തത് കൺസൾട്ടേഷൻ അല്ലെ? നമ്മൾ പറഞ്ഞു നമ്മൾ ഡോക്ടറെ കാണുന്നു, നമ്മൾ പേഷ്യന്റ് എന്ത് ചെയ്യുന്നു? ഡോക്ടറുടെ റൂമിൽ പോയി ഡോക്ടറെ കാണുന്നു. ആ ഒരു കൂടിക്കാഴ്ച, അതാണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. എ മീറ്റിംഗ് വിത്ത് ആൻ എക്സ്പേർട്ട് മെഡിക്കൽ ഓഫീസർ ഇൻ ഓർഡർ ടു സീക്ക് അഡ്വൈസ് അല്ലെ? എ മീറ്റിംഗ് വിത്ത് ആൻ എക്സ്പേർട്ട്, ഡോക്ടർ ആവാം എക്സ്പേർട്ട് എന്ന് പറയുന്നത് അല്ലെ? ദെൻ മെഡിക്കൽ ഓഫീസർ ആവാം, ഡോക്ടർ ആകാം. ഇൻ ഓർഡർ ടു സീക്ക് അഡ്വൈസ്, അവരിൽ നിന്ന് നമുക്ക് അഡ്വൈസ് ആണ് കിട്ടുന്നത് അല്ലെ? ഒരു ഡോക്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? അഡ്വൈസ് ആണ്. അഡ്വൈസ് ആണോ? അല്ലെ? നമ്മുടെ രോഗം മനസ്സിലാക്കി ഇന്ന മെഡിസിൻ കഴിക്കണം, ഇത്ര ദിവസം കഴിഞ്ഞിട്ട് 5 ദിവസത്തേക്ക് മെഡിസിൻ എഴുതിയിട്ടുണ്ട്, ദെൻ 5 ദിവസം മെഡിസിൻ ഒക്കെ കഴിച്ചിട്ട് 5 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി വന്ന് കാണണം, നമ്മളോട് ഒരു അഡ്വൈസ് ആണോ പറയുന്നത്? ആണോ? നമ്മൾ ആ അഡ്വൈസ് അനുസരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? 5 ദിവസം മെഡിസിൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 5 ദിവസം മെഡിസിൻ ഒക്കെ കഴിച്ചു, ഡോക്ടർ പറയുന്നത് ചിലപ്പോ ഫുഡിന്റെ ക്രമം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം, റെസ്റ്റ് എടുക്കാൻ ചിലപ്പോ പേഷ്യൻസിനോട് പറയും അല്ലെ? അപ്പൊ അത് റെസ്റ്റ് ഒക്കെ എടുത്ത് ഡോക്ടറിന്റെ അഡ്വൈസ് നമ്മൾ അനുസരിക്കുകയാണ്. ഇതാണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. എ മീറ്റിംഗ് വിത്ത് ആൻ എക്സ്പേർട്ട് മെഡിക്കൽ ഓഫീസർ ഇൻ ഓർഡർ ടു സീക്ക് അഡ്വൈസ് അല്ലെ? നമ്മള് അഡ്വൈസ് ആണ് നമുക്ക് തരുന്നത്, അഡ്വൈസ് നമ്മുടെ പേഷ്യൻസ് അനുസരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ കൺസൾട്ടേഷൻ? നമ്മൾ 3 കാര്യങ്ങളാണ് ഇപ്പൊ പഠിച്ചത്: ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ ആൻഡ് കൺസൾട്ടേഷൻ. ഓക്കെ, ഡയഗ്നോസിസ് എന്ന് പറയുന്നത് രോഗത്തിന്റെ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ടെസ്റ്റുകളിലൂടെയും രോഗത്തെ നമ്മൾ കണ്ടെത്തുന്നു. ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റിനെ നമ്മൾ ക്ലോസ്ലി ആയിട്ട് മോണിറ്റർ ചെയ്യുന്നു. കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് മീറ്റിംഗ് വിത്ത് ആൻ ഡോക്ടേഴ്സ്, മെഡിക്കൽ ഓഫീസർ ഓർഡർ ടു സീക്ക് അഡ്വൈസ്, അവരിൽ നമ്മൾ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അവർ അഡ്വൈസ് നൽകുന്നു. ഓക്കെ, 3 ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? ഓക്കെ, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വായിപ്പിക്കാം കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, കുഴപ്പമില്ല. ദെൻ ട്രീറ്റ്മെന്റ്, അടുത്തതാണ് ട്രീറ്റ്മെന്റ്, ചികിത്സ അല്ലെ? The medical care given to a patient for an illness or injury. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ഒരു എന്താ പറയാ ആരോഗ്യപരമായിട്ടുള്ള ഒരു പരിചരണം, മെഡിക്കൽ കെയർ അല്ലെ? മെഡിക്കൽ കെയർ പേഷ്യൻസിന് കൊടുക്കുന്നതിനാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിന് മെഡിക്കൽ കെയർ കൊടുക്കുന്നത്? ഇൽനസ് ഓർ ഇഞ്ചുറി, അസുഖങ്ങളായിട്ട് വരുന്ന പേഷ്യൻസിനും, അതുപോലെ ഇപ്പോ ഇഞ്ചുറി സംഭവിച്ചു, ഇപ്പോ വീഴ്ചകളോ പരിക്കുകളോ ആക്സിഡന്റ് കേസുകൾ അല്ലെ? അപ്പോ ഇതിനെല്ലാം നമ്മൾ കൊടുക്കുന്ന ഒരു രോഗി പരിചരണത്തിനെയാണ് എന്ത് വിളിക്കുക? ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ചുമ്മാ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകാറുണ്ടോ ഹോസ്പിറ്റലിൽ? ഒരു രോഗമില്ലാതെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകാറുണ്ടോ? ഇല്ല. സോ ഫോർ ആൻ ഇൽനസ് ഓർ ഇഞ്ചുറി, ഒരു ഇൽനസ് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ പേഷ്യന്റിന് ഇഞ്ചുറി സംഭവിക്കുമ്പോഴാണ് നമ്മൾ മെഡിക്കൽ കെയർ കൊടുക്കുന്നത്. സോ ദ മെഡിക്കൽ കെയർ ഗിവൻ ടു എ പേഷ്യന്റ് ഫോർ ആൻ ഇൽനസ് ഓർ ഇഞ്ചുറി. ഓക്കെ, ട്രീറ്റ്മെന്റ് കിട്ടിയോ? എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? ചികിത്സ. ഒരു അസുഖമായിട്ടോ ഇഞ്ചുറി ആയിട്ടോ വരുന്ന പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു മെഡിക്കൽ കെയറിനെയാണ് എന്ത് വിളിക്കുക? ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇന്റർവെൻഷൻ. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടപെടലുകൾ. ഓക്കെ, ആക്ഷൻ ടേക്കൻ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡർ. മെഡിക്കൽ ഡിസോർഡർ വരുമ്പോൾ പേഷ്യൻസിന് വരുന്ന മെഡിക്കൽ ഡിസോർഡറിൽ നമ്മൾ ആക്ഷൻ ടേക്കൻ ടു ഇംപ്രൂവ്, അത് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി എടുക്കുന്ന പ്രവർത്തനങ്ങൾ. അതായത് അതിനകത്ത് ഡോക്ടേഴ്സും ദെൻ ചിലപ്പോൾ ടെക്നീഷ്യന്മാരുണ്ടാകാം, അല്ലെങ്കിൽ നഴ്സസും, ഇവരെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇന്റർവെൻഷനിൽ.
മെഡിക്കൽ ഡിസോർഡർ എന്ന് പറയുന്നത് എന്താണ്? എന്താണ് മെഡിക്കൽ ഡിസോർഡർ എന്ന് പറഞ്ഞാല്? എന്താണ് മെഡിക്കൽ ഡിസോർഡർ? കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ആശയങ്ങളും കൂടി പറയണം കേട്ടോ. നിങ്ങൾ കൂടെ നമുക്ക് ക്ലാസ്സിൽ എന്താ പറയാ, എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വേണം കേട്ടോ നിങ്ങളുടെ. കാരണം ശരിക്കും എന്താ പറയാ, നമ്മള് ടീച്ചർ മാത്രമാണ് ക്ലാസ് എടുക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കമന്റുകളൊക്കെ ചെയ്യാൻ ഞാൻ ചോദിക്കുന്നതൊക്കെ ഒന്ന് റെസ്പോൺസ് ചെയ്യണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് മനസ്സിലായോ, ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഓക്കെ, ഒന്ന് റെസ്പോൺസ് ഒക്കെ ചെയ്യണം. കാരണം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സാറ്റിസ്ഫൈഡ് ആകുന്നുള്ളൂ. സോ ഇടയ്ക്ക് ഞാൻ എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഓരോ പോർഷൻ എടുത്തിട്ട് നിങ്ങളോട് ഞാൻ ഓക്കെ ആണോ, ക്ലിയർ ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോ എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ. എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതുവരെ എടുത്തിട്ട് ഓക്കെ ആണോ? സ്പീഡ് ഓക്കെ ആണോ എല്ലാവർക്കും? സ്പീഡ് കൂടുതലായിട്ട് തോന്നിയോ? സ്പീഡ് കൂടുതലായിട്ട് തോന്നിയോ? ഇനിയല്ലോ, കുഴപ്പമില്ലല്ലോ, ഈ ഒരു നോർമൽ സ്പീഡിൽ പോയാൽ മതിയല്ലോ. ഓക്കെ, നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാ ടീച്ചേഴ്സിന്റെയും ഒരേ ഒരു മീൻസ് എന്താ പറയാ, ആ ഒരു ക്ലാസ് കിട്ടുമ്പോൾ സ്ലാങ്ങിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ നോർമൽ ഒരു സ്പീഡ് ഇങ്ങനെ തന്നെയാ പോകുന്നത്. അതുകൊണ്ടാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇന്റർവെൻഷൻ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ആക്ഷൻ ടേക്കൻ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡർ. മെഡിക്കൽ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫിസിക്കലി ആയിട്ടും മെന്റലി ആയിട്ടും വരുന്ന മെഡിക്കൽ ഡിസോർഡർ. അതായത് ഇപ്പൊ എന്താണ്, ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാം. പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്ന് വെച്ചാല് ഇതുപോലെ അസുഖങ്ങളൊക്കെ വരാം. ഇപ്പൊ നമുക്ക് മെന്റലി ആയിട്ടും അല്ലെങ്കിൽ എന്താണ് രോഗത്തിന്റെ ഓരോരോ അവസ്ഥകൾ അല്ലെ. ഇപ്പൊ ചിലപ്പോ ഭയങ്കര എന്താ പറയാ ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരു വ്യക്തികൾ ഉണ്ടാകാം അല്ലെ. എന്നിങ്ങനെയുള്ള ഒരു ബോഡി അല്ലെങ്കിൽ ഡിസബിലിറ്റി എല്ലാ കാര്യങ്ങളും ഈ മെന്റലി ഡിസോർഡറിൽ വരുന്നതാണ്. അത് നമുക്ക് മെന്റലായിട്ടും വരാം, ഫിസിക്കലായിട്ടും വരാവുന്ന ഡിസോർഡേഴ്സ്. സോ ഈ മെഡിക്കൽ ഡിസോർഡറിനെ നമ്മൾ ശരിയാക്കാൻ അല്ലെങ്കിൽ അതിനൊരു നമുക്കൊരു എന്താ പറയാ മെഡിക്കൽ ഡിസോർഡറിനെ റെഡി ആക്കാനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വരുന്നത്. സോ അതിനുള്ളൊരു ആക്ഷൻ ടേക്കൺ, അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാവുന്ന, അതായത് ഇടപെടലുകൾ, ഡോക്ടേഴ്സിന്റെ ഇടപെടലുകൾ ഉണ്ടാവും, നഴ്സിംഗ് സ്റ്റാഫിന്റെ ഇടപെടൽ ഉണ്ടാവും. ഇപ്പൊ റീഹാബിലേഷനൊക്കെ ആവശ്യമുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവിടുത്തെ ടെക്നീഷ്യന്മാരുടെ ഇടപെടലുകൾ ഉണ്ടാകും. ഓക്കെ, അതിനെയാണ് ഇന്റർവെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ ഡിസോർഡർ ആയിട്ടുള്ളവർക്ക് ഉള്ളൊരു നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇന്റർവെൻഷൻ. നെക്സ്റ്റ് വൺ നോക്കാം, റീഹാബിലിറ്റേഷൻ. Action of restoring someone to health or normal life through training and therapy after illness. Hello, action restoring someone to health അല്ലെ. അതായത് നമ്മൾ ഒരു വ്യക്തിയുടെ ഹെൽത്തിന് റീസ്റ്റോർ ചെയ്യുന്നതാണ്. ഓർ നോർമൽ ലൈഫ് ത്രൂ അവനെ ആ ഒരു പഴയ ഒരു അവസ്ഥയിലോട്ട് നോർമൽ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ് ആണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ത്രൂ എന്തിലൂടെ? ട്രെയിനിങ് ആൻഡ് തെറാപ്പി ആഫ്റ്റർ ഇൽനസ്. അതല്ലെങ്കിൽ ട്രെയിനിങ്ങിലൂടെയോ അല്ലെങ്കിൽ തെറാപ്പിയിലൂടെയോ ആഫ്റ്റർ ഇൽനസ് രോഗത്തിന് ശേഷമുള്ള തെറാപ്പി. അതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പൊ ഒരു പേഷ്യന്റ്, ഒരു ആക്സിഡന്റ് വന്ന പേഷ്യന്റ് ആണ്. ഇപ്പൊ പേഷ്യന്റിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. സോ അത് ചിലപ്പോ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്റർവെൻഷൻ പറയാട്ടോ, സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. സോ സർജറി ഒക്കെ കഴിഞ്ഞ് അവർക്ക് ചിലപ്പോ ഒരു നടക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ കാലിനായിരിക്കും എന്തെങ്കിലും പരിക്ക് പറ്റിയത്. സോ നമ്മൾ ട്രീറ്റ്മെന്റും സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 2 months ചിലപ്പോ ഫിസിയോതെറാപ്പിക്ക് ഡോക്ടർ എഴുതിയിട്ടുണ്ടാകും. അപ്പൊ 2 months ഫിസിയോതെറാപ്പി കൂടെ ഒക്കെ കഴിയുമ്പോൾ ആള് പഴയപടി നോർമൽ ആയിട്ട് നടക്കാനൊക്കെ പറ്റുള്ളൂ. സോ അങ്ങനെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. റീസ്റ്റോർ ചെയ്യണം, അവന്റെ പഴയ അവസ്ഥയിലോട്ട് അവനെ കൊണ്ടുവരിക. എന്തെങ്കിലും ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവനെ റീസ്റ്റോർ ചെയ്യുന്നത് അവന്റെ ഹെൽത്തിനെ, അവന്റെ ആരോഗ്യത്തിനെ പഴയ പോലെ നോർമൽ ലൈഫിലോട്ട് എത്തിക്കുന്നു. അത് ഇതുപോലെ ട്രെയിനിങ്സിലൂടെയും അതുപോലെ ഇപ്പൊ ഫിസിയോതെറാപ്പി പോലെയുള്ള തെറാപ്പികളിലൂടെയും നമ്മൾ ആളെ പഴയ രീതിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആ പ്രോസസ്സാണ് എന്ത്? റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും പോയിട്ടുണ്ടാവും ചിലപ്പോ അല്ലെ. റീഹാബിലിറ്റേഷൻ സെന്റർ, ഡീഅഡിക്ഷൻ സെന്റർ, റീഹാബിലിറ്റേഷൻ സെന്ററുകൾ. അപ്പൊ അവിടേക്ക് എന്താണ്? ആളെ നമ്മൾ പഴയ രീതിയിലോട്ട് എത്തിക്കുന്നതാണ് അല്ലേ.
എങ്ങനെയാണോ വീക്കായി പോയിട്ടുണ്ടെങ്കിൽ ആള് എങ്ങനെയായിരുന്നു നോർമൽ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. റീഹാബിലിറ്റേഷൻ സെന്ററിൽ സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, പലതരത്തിലുള്ള തെറാപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. മെന്റൽ ട്രീറ്റ്മെന്റ് ഉണ്ടാകാം അല്ലേ, അങ്ങനെയുള്ള അതിലൂടെ നമ്മൾ ആളെ നോർമലിലോട്ട് എത്തിക്കുന്ന ഒരു പ്രോസസ്സ്, ഇതിനെയാണ് എന്ത് വിളിക്കുക, റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്റർവെൻഷൻ മനസ്സിലാവാത്തത് കുറച്ച് പേരും കൂടി ഉണ്ട്, നോക്കാം. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേർഡിന്റെ അർത്ഥം ഇടപെടൽ എന്നാണ്. ഓക്കെ, ഇടപെടലുകൾ. അതായത് നമ്മള് മെഡിക്കൽ ഡിസോർഡർ ആയിട്ടുള്ള പേഷ്യൻസുകൾ, മെഡിക്കൽ ഡിസോർഡർ ആണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോ എന്താണ് മെന്റലി ഫിസിക്കലി ഡിസോർഡർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, ഡിസബിലിറ്റി ഉള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖം, ഞാൻ പറഞ്ഞു ഡിപ്രഷൻ, അങ്ങനെയുള്ള മറ്റേതെങ്കിലും ബോഡിയിലായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഫിസിക്കലി ആൻഡ് മെന്റലി, ഫിസിക്കലായിട്ടും മെന്റലി ആയിട്ട്, ഇപ്പൊ ഡിപ്രഷൻ ഒക്കെ ആണെങ്കിൽ എന്താണ് മെന്റൽ ആയിട്ട് ആള് ഭയങ്കര എന്താ പറയാ വീക്ക് ആയിരിക്കും. സോ അങ്ങനെയുള്ള ഒരു മെഡിക്കൽ ഡിസോർഡർ, നമ്മൾ ഇങ്ങനെ ഒരു മെഡിക്കൽ ഡിസോർഡർ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. സോ ആ മെഡിക്കൽ ഡിസോർഡർ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി ടേക്ക് ആൻ ആക്ഷൻ അല്ലെ, ഹോസ്പിറ്റലും അല്ലെങ്കിൽ ഡോക്ടർ ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, അതിനൊരു ആക്ഷൻ എടുക്കുകയാണ്. അപ്പോ അതില് ഡോക്ടറും ഇടപെടുന്നുണ്ട്, നഴ്സസിന്റെ ഇടപെടലുകൾ ഉണ്ടാവും, ഇതേ മറ്റെന്തെങ്കിലും ഇപ്പൊ ഫിസിയോതെറാപ്പി പോലെയൊക്കെ ചെയ്തതാണെങ്കിൽ അവിടെയുള്ള ടെക്നീഷ്യന്മാരുടെയും ഇടപെടലുകളുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇന്റർവെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? നമുക്ക് ചോദിച്ച ആൾക്ക് ഓക്കെ, ചോദിച്ച ആൾക്കും എല്ലാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണോ ഒന്നും കൂടി പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, പറഞ്ഞു തരാൻ നമ്മൾ റെഡിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോ സെക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളോട് ഓക്കെയാണോ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ബോറടിക്കുന്നുണ്ടാവും, ടീച്ചർ കിടക്ക് ഓക്കെയാണോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, ചോദിക്കുന്നതിന്റെ കാര്യം മനസ്സിലായില്ലേ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അത് വായിച്ചു നോക്കാം. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണോ? ടോട്ടലായിട്ട് റിപ്പീറ്റ് ചെയ്യണോ ഒരു പ്രാവശ്യം കൂടി? മനസ്സിലാവാത്തതുണ്ടോ? ഓക്കെ, റിപ്പീറ്റ് കുറച്ച് പേർക്കൊക്കെ ചെയ്യണമെന്ന് പറയുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, ഒരുപാട് പറയുന്നില്ല. അപ്പൊ ഔട്ട് പേഷ്യന്റ് സർവീസസില് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, ദെൻ റീഹാബിലിറ്റേഷൻ. ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ അണ്ടർലൈൻ ചെയ്തു, ദെൻ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന പോയിന്റ്സുകൾ ഇമ്പോർട്ടന്റ് ആണ്, സ്ലൈഡിൽ മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ഡയഗ്നോസിസ് എന്താണ്, ഒബ്സർവേഷൻ എന്താണ്, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, റീഹാബിലിറ്റേഷൻ, ഇന്റർവെൻഷൻ. ഓക്കെ, ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല, അത്യാവശ്യം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഞാൻ ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനോട് എന്താ പ്രിഫർ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, കാരണം മനസ്സിലാക്കി പഠിച്ചാലേ. പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാവും കേട്ടോ, ഒരുപാട് നേരം ഇങ്ങനെ വായിച്ച് പഠിച്ചാലേ മനസ്സിലാകൂ, അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയാനില്ല. സോ മാക്സിമം നിങ്ങൾ അത് മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. പോയിന്റ്സുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത് ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, ചെറിയ പോയിന്റ്സ് ഒക്കെ ആണെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ദെൻ ബാക്കിയുള്ളത് നമ്മൾ പഠിച്ച് ഓക്കെ ആകും, നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് എത്താറായി നിങ്ങൾ അല്ലേ. കുറച്ച് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പോയി, അപ്പോ ഇപ്പൊ നിങ്ങൾ ചിലവർ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ സയൻസ് എടുക്കാത്തവരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പുള്ളവരുണ്ടോ ആരെങ്കിലും ഉണ്ടോ? ആരില്ല, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നവരാണോ? ഉണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ മീൻസ് ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ വിചാരിക്കും. നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. നമ്മളുടെ ആ ഒരു ട്രാക്കിലോട്ട്, ഞങ്ങളുടെ ആ ട്രാക്കിലോട്ട് നിങ്ങൾ എത്തും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എത്തിക്കും. ഇപ്പൊ ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ല ഫ്രീ ആയിട്ട് പോകാം ക്ലാസ്. ഓക്കെ, അപ്പോ ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ, ഇത്രയും കാര്യങ്ങളാണ് OPD-യിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ആ സെക്ഷൻ? ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഒബ്ജക്റ്റീവ് ഓഫ് OPD. അപ്പൊ നമ്മൾ എന്താണ് OPD എന്ന് പഠിച്ചു. ഇതിന് OPD-യിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? 12 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ട്, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു ഗ്യാപ്പ്, അങ്ങനെ ഒരു ഫീലേ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ, then objectives of OPD. OPD-യുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന്, OPD-യുടെ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നോക്കാം. പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ, അല്ലെ, ഗുണനിലവാരമുള്ള നല്ലൊരു കെയർ കൊടുക്കാം, പരിചരണം, അല്ലെ, ഗുണനിലവാരമുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കെയർ പേഷ്യൻസിന് കൊടുക്കുക.
മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്സ്. ചികിത്സയ്ക്കും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും. ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ രോഗങ്ങളൊക്കെ കണ്ടെത്താനും മറ്റുമായിട്ടും മോഡേൺ ടെക്നിക്സുകൾ ഉപയോഗിക്കുക എന്ന് അല്ലെ. ഇന്ന് നമുക്ക് ഹോസ്പിറ്റലുകൾ എന്തൊക്കെയാണ്? പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളല്ലേ? മോഡേൺ ടെക്നിക്സ് ആണ് അല്ലേ? ടെക്സ്റ്റിന് കിട്ടാത്തവർ അധികം പേരുണ്ടോ? കുറച്ച് പേരുള്ളോ? ഉണ്ട്, കുറച്ച് പേർക്കുണ്ട്. ടെക്സ്റ്റ് കിട്ടോ കേട്ടോ? വെയിറ്റ് ചെയ്യാം കേട്ടോ. കിട്ടുമ്പോൾ തന്നെ കിട്ടും കേട്ടോ ടെക്സ്റ്റ്. ഓക്കെ, ദെൻ നോക്കാം. അപ്പോ നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് പുതിയ പുതിയ മോഡേൺ ടെക്നിക്സുകളൊക്കെ നിങ്ങൾ കാണാറുണ്ട് അല്ലെ? എന്തൊക്കെയാണ് മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സുകൾ? ഒ പി ഡിയിലാണെങ്കിൽ മോഡേൺ ടെക്നിക്സുകൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കുറെ നാൾക്ക് മുമ്പ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്, കുറെ നാളുകൾക്കൊക്കെ മുൻപ്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ നമ്മൾ ചീത്ത നമ്പർ പറയുമ്പോൾ ഓരോ ഫയലുകളായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഫയലുകളായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ട് ഒരു ബ്രൗൺ കളറിൽ ഫയൽ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡോക്ടറിന്റെ റൂമിൽ ചെല്ലുമ്പോൾ നഴ്സ് വന്നിട്ട് നമ്മുടെ ഫയലാണ് ഡോക്ടറിന് കൊടുക്കുന്നത് അല്ലേ? കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്നെങ്ങനെയാണോ? ഇന്നിങ്ങനെയാണ്. ഇന്ന് അങ്ങനെ ഒരു ഫയലിംഗ് സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴും ഈ ഒരു ഫയലിംഗ് സിസ്റ്റം തന്നെ കൊണ്ടുപോകുന്നവരുണ്ട്. ഈ ചെറിയ ചെറിയ കുഞ്ഞു ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫയലിംഗ് സിസ്റ്റം തന്നെയാണ്. പക്ഷെ ഇന്നിപ്പോ എന്താണ്? യെസ് അല്ലെ, ഈ ആണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഒക്കെയാണ് ഇപ്പൊ ഉള്ളത്. കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഒ പി ഡിയിൽ ചെന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നതും എല്ലാം കമ്പ്യൂട്ടറിലാണ്. അവർ എഴുതിയാണോ വെക്കുന്നത്? നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഒരു ബുക്കും പേനയൊക്കെ എടുത്തിട്ട് എഴുതിയാണോ ചെയ്യുന്നത്? ആണോ? അല്ല. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ആരായിരുന്നു? ഞാൻ മറന്നുപോയിട്ടോ പേര്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലേ? എല്ലാ കാര്യങ്ങളും. ഇപ്പൊ അതുപോലെ തന്നെ നമ്മൾ അഡ്മിഷൻ എടുത്തു, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതുപോലെ ലിയ, പേര് പറഞ്ഞു കേട്ടോ. ലിയ ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ? എന്തെങ്കിലും നമ്മൾ പേനയും കൊണ്ട് ബുക്കിലോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാറുണ്ടോ? ലിയ ഇപ്പൊ എല്ലാം എന്താണ്? കമ്പ്യൂട്ടറിലോട്ട് മാറിക്കഴിഞ്ഞു അല്ലെ? അതുപോലെ തന്നെ നിങ്ങൾ ഡോക്ടറുടെ റൂമിൽ പോകുമ്പോൾ ഡോക്ടർ എങ്ങനെയാ? നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കമ്പ്യൂട്ടറിൽ നമ്മുടെ ഒ പി നമ്പർ അടിക്കുമ്പോൾ തന്നെ വന്നു കഴിഞ്ഞു അല്ലെ? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഏത് മെഡിസിൻ ആണ് തന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ തയ്യാറാക്കുന്നത് എവിടെയാണ്? കമ്പ്യൂട്ടറിൽ തന്നെയാണ്. സോ അങ്ങനെ തുടങ്ങിയ മോഡേൺ ടെക്നിക്സുകളും ഈ ട്രീറ്റ്മെന്റിനും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും നമുക്കറിയാം പുതിയ പുതിയ എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട് ഇപ്പോ ട്രീറ്റ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ട്. ഈ എക്യുപ്മെന്റ്സുകളൊക്കെ ഇല്ലേ? ഒരുപാട് എക്യുപ്മെന്റ്സുകൾ ഇന്ന് നിലവിലുണ്ട്. അപ്പൊ പുതിയ പുതിയ മോഡേൺ ടെക്നിക്സുകളൊക്കെ കൊണ്ടുവരിക. മൂന്നാമത്തെ പോയിന്റ്, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ ഉണ്ട് ഇപ്പോ അല്ലെ? നമ്പർ വെക്കും, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റത്തില് നമ്പർ, പിന്നെ ബുക്കിംഗ് സിസ്റ്റം അല്ലെ? ഇങ്ങനെയുള്ള പല പല മോഡേൺ ടെക്നിക്സുകളൊക്കെ ഇന്ന് നമുക്ക് ഒ പി ഡിയിൽ ലഭ്യമാണ്. മൂന്നാമത്തെ പോയിന്റ്, ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഫെസിലിറ്റീസ് ഫോർ, അതായത് രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? രോഗിയുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അല്ലെ? ഒരു പേഷ്യന്റിന്റെ സൗകര്യത്തിന്, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടി ഒരു ഹോസ്പിറ്റല് ഒ പി ഡിയില് പേഷ്യന്റിന് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റികളും ചെയ്യുന്നു. ലാസ്റ്റ് വൺ, ഗുഡ് പബ്ലിക് റിലേഷൻ. നല്ലൊരു പബ്ലിക് റിലേഷൻ ഒ പി ഡിയിൽ കീപ്പ് ചെയ്യുന്നു. നമ്മളൊരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഫസ്റ്റില് നമ്മൾ വരുന്നത് എങ്ങോട്ടാണ്? ഒ പി ഡിയിലേക്കല്ലേ? ആണോ? അവിടെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതും അഡ്മിഷൻ എടുക്കുന്നതും. സോ നമ്മളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് നമ്മളോടുള്ള പെരുമാറ്റം അവിടെയുള്ള സ്റ്റാഫുകൾ ഒ പി ഡിയിലും രജിസ്ട്രേഷനിലും അല്ലെങ്കിൽ ഇരിക്കുന്നവര് എങ്ങനെയാണ്? വളരെ നല്ല രീതിയിലുള്ളൊരു എന്താ പറയാ സംഭാഷണമായിരിക്കും അല്ലെ? ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് അറിയാത്ത കാര്യങ്ങള് കൂടുതലായിട്ട് നമുക്ക് അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള മറുപടിയൊക്കെ നമുക്ക് ലഭിക്കും അല്ലെ? നമ്മള് എന്ത് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനും, അല്ലെങ്കിൽ നമുക്ക് പേര് ഡോക്ടറാണ് അല്ലെങ്കിൽ ആ ഡോക്ടറിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് അല്ലെ? ഫ്രീമോണ്ട് ആണ്, അങ്ങനെയാണോ ലിയ? ഓക്കെ, അപ്പോ അല്ലെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇരിക്കുന്നവരെ കുറച്ചും കൂടി നമ്മൾ പറയും നല്ല രീതിയിൽ സംസാരിക്കാനും, അങ്ങനെ ഒരു എന്താ പറയാ പബ്ലിക് റിലേഷൻ അവിടെ കീപ്പ് ചെയ്യണം. പേഷ്യന്റുമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് ഒ പി ഡിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. 4 ഒബ്ജക്റ്റീവ്സ് ആണ്. 4ഉം പഠിക്കണം.
ഓക്കെ, ഒബ്ജക്റ്റീവ്സ് 4 പഠിക്കണം കേട്ടോ. അത് ബൈ ഹാർട്ട് ഒന്നും ചെയ്യാനില്ല, എളുപ്പം എന്താ പറയാ മനസ്സിലാക്കി പഠിക്കാം. എന്തൊക്കെയാണ് നമുക്ക് ഒന്നും കൂടി വായിക്കാം, എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി വായിക്കണേ കേട്ടോ. ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ, നല്ലൊരു പരിചരണം കൊടുക്കണം. മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് പുതിയ പുതിയ മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സുകൾ കൊണ്ടുവരിക. ദെൻ ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, രോഗിയുടെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് അവന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഫെസിലിറ്റീസുകൾ കൊടുക്കുക. ദെൻ ഗുഡ് പബ്ലിക് റിലേഷൻ, പേഷ്യൻസുമായിട്ട് നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ ഒബ്ജക്റ്റീവ്സ്? കുറച്ചുപേര് പഠിച്ചിട്ടുണ്ടാവും, പഠിച്ചില്ലേ? ഇനി ഇത് നിങ്ങൾ അധികം അതിനു വേണ്ടി പഠിക്കേണ്ട കാര്യമില്ല, നമ്മളിപ്പോ ക്ലാസ്സിലൂടെ തന്നെ പഠിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD വായിക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തല്ലോ എല്ലാവരും. ഇനി നെക്സ്റ്റ് നോക്കാം. The scope of OPD includes the following. ഇനി OPD-യിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ തന്നെ വരുന്നുണ്ട്. The scope of OPD include the following. OPD-യിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയേഴ്സ്, സ്പെഷ്യാലിറ്റി സർവീസസ്. ഓക്കെ, കൺസൾട്ടേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു, ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണങ്ങൾ, അതായത് ടെസ്റ്റുകളും മറ്റും, പ്രൊസീജിയേഴ്സ് ഓരോരോ എക്സ്റേ, സ്കാനിങ് തുടങ്ങിയ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നു. ദെൻ സ്പെഷ്യാലിറ്റി സർവീസസ്, ഇനി എന്തെങ്കിലും സ്പെഷ്യൽ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ റീഹാബിലിറ്റേഷനോ ഇങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി സർവീസസുകൾ. ദെൻ പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ ക്ലിനിക്. പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെന്റ് ചെയ്യുക, രോഗങ്ങളൊക്കെ മീൻസ് വരാതിരിക്കാനും അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക, നമ്മുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാനുമായിട്ടുള്ള സ്പെഷ്യൽ ക്ലിനിക്കുകളും മറ്റും അല്ലെ. നമ്മള് ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ കാണാറുണ്ട്, ക്യാമ്പുകളും മറ്റും അങ്ങനെ ക്ലിനിക്സുകൾ പോലെ അറേഞ്ച് ചെയ്യാറുണ്ട് ഇല്ലേ. സൗജന്യ ക്യാമ്പുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹോസ്പിറ്റലുകളില്? ഇത്ര ദിവസത്തേക്കുള്ള സൗജന്യം, ചിലപ്പോ അലർജിയുടെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ചിലപ്പോ നേത്ര സംബന്ധമായിട്ടുള്ള നേത്ര രോഗങ്ങൾ അല്ലെങ്കിൽ ഐ ടെസ്റ്റുകൾ അല്ലെ. അങ്ങനെയുള്ളൊരു നമ്മുടെ ഹെൽത്തിനെ, നമ്മുടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള അങ്ങനെയുള്ള ക്യാമ്പുകൾ. Then which include നോക്കാം, ഡയബറ്റിക് ആൻഡ് ആന്റിനേറ്റൽ ഡയബറ്റിക്കിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്യാമ്പുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നു. Then ആന്റിനേറ്റൽ, എന്താ ആന്റിനേറ്റൽ എന്ന് പറയുന്നത്? ആന്റിനേറ്റൽ ആന്റിനേറ്റൽ കെയറിങ്, അതായത് പ്രഗ്നൻസി അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ ഉള്ള കെയറിങ്ങും കാര്യങ്ങളും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലിനിക്സുകളും അവർക്ക് വേണ്ടി മാത്രമുള്ള ഇപ്പൊ ഡയബറ്റിക് ആണെങ്കിലും ആന്റിനേറ്റൽ ആണെങ്കിലും അപ്പൊ അതിന്റെ ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ വെച്ചുകൊണ്ടും ഇപ്പൊ ഗൈനക്കിന്റെ ഡോക്ടറെ വെച്ചുകൊണ്ടും അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ക്ലിനിക്സുകളും മീൻസ് ട്രീറ്റ്മെന്റ്സുകളൊക്കെ നമ്മൾ സജ്ജീകരിക്കുന്നു. Then റീഹാബിലിറ്റേഷൻ സർവീസസ്. റീഹാബിലിറ്റേഷൻ സർവീസസിന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതുണ്ടോ? എക്സാമ്പിൾ ആണ് കേട്ടോ. എന്തൊക്കെയാണ്? ഫിസിയോതെറാപ്പി നമ്മൾ പറഞ്ഞു. ദെൻ ഒക്യുപേഷണൽ തെറാപ്പി. ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിയൊക്കെ പോലെ തന്നെ മറ്റ് നമ്മള് സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ള തെറാപ്പികളൊക്കെ കൊടുക്കുമല്ലോ, അതിനെയാണ് ഒക്യുപേഷണൽ തെറാപ്പി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എക്സാമിന് ചോദിച്ച് പ്രീവിയസ്ലി കണ്ടിട്ടുണ്ട്, നമ്മൾ റീഹാബിലിറ്റേഷൻ സർവീസസിന് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെക്കാം, ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പി പഠിച്ചു വെക്കാം. ഓക്കെ, ലാസ്റ്റ് വൺ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു അല്ലെ, ആരോഗ്യ വിദ്യാഭ്യാസം. എങ്ങനെയാ ഹോസ്പിറ്റലിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? ചിലപ്പോ ഇപ്പൊ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സോ നഴ്സസോ അത് ക്ലാസ്സുകളൊക്കെ കൊടുക്കാറുണ്ട് ഇല്ലേ.
ചെറിയൊരു 1 hour 2 hour ക്ലാസ്സുകൾ അവർ അറേഞ്ച് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു മഴക്കാലഘട്ടമാണിത് അല്ലെ, മഴയുടെ സമയമാണ് ഇപ്പോ. സോ സ്വാഭാവികമായിട്ടും അസുഖങ്ങൾ കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു ടൈമാണ്. പനി അല്ലെ, എല്ലാവർക്കും നമുക്ക് നോക്കിയാൽ അറിയാം, പനി ചുമ അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ എങ്ങനെ പ്രതിരോധ ക്യാമ്പുകൾ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സ്കൂളുകളിലേക്കും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു അംഗൻവാടികളിലൊക്കെ നമ്മൾ ഇതുപോലെ ക്ലാസ്സുകൾ വന്നെടുക്കും അല്ലെ. മുൻകരുതലിന് പ്രതിരോധത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രതിരോധ കിറ്റൊക്കെ നമുക്ക് നൽകാറുണ്ട്. ഇതുപോലെ ക്ലാസ്സുകൾ അംഗൻവാടികളിലല്ലേ കൂടുതൽ അങ്ങനെ വരുന്നത്. പിന്നെ സ്കൂളുകളിലും ചെയ്യാറുണ്ട് കേട്ടോ. സ്കൂളുകളിൽ ചിലപ്പോ ഡോക്ടേഴ്സിന്റെ ആയിരിക്കാം, നഴ്സസിന്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ അവർ അറേഞ്ച് ചെയ്യും. ദെൻ മഴക്കാല രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോ അംഗനവാടികളിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ന്യൂട്രീഷൻ ഫുഡിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ വരുന്ന അസുഖങ്ങളെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അവയർനെസ് ക്ലാസ് പോലെ തന്നെ അത് നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകൾ. ഓക്കെ, ഇത്രയുമാണ് OPD ഇൻക്ലൂഡ് ചെയ്യുന്ന സ്കോപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി വായിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയർ, then specialty services, preventive and promotive health care clinic which include diabetic and antenatal എന്ന് പറഞ്ഞറിയാലോ, പ്രഗ്നൻസി ടൈമിൽ ആ ഒരു കെയറിങ്ങിന്റെ ആ ഒരു ടൈമിലുള്ള ഒരു കെയറിംഗ് ആണ് കേട്ടോ ആന്റിനേറ്റൽ എന്ന് പറയുന്നത്. Then rehabilitation services എക്സാമ്പിൾ ആണ് ഫിസിയോതെറാപ്പിയും ഒക്യുപേഷണൽ തെറാപ്പിയും. Then health education. ഓക്കെ, ഇത്രയുമാണ് OPD ഇൻക്ലൂഡ് ചെയ്യുന്ന സ്കോപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണോ ആ ഒരു സെക്ഷൻ? നമ്മൾ ഓൾറെഡി മീൻസ് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് അതിൽ വീണ്ടും റിപ്പീറ്റ് ഒക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ലൊക്കേഷൻ ഓഫ് OPD. ഈ OPD എന്ന് പറയുന്നത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഏത് ഫ്ലോറിലായിരിക്കും OPD ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു OPD-യിൽ വരുന്നതാണ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എവിടെയാ വരുന്നത്? നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് 2ാം നിലയിലോ 3ാം നിലയിലാണോ? അല്ല, നമ്മൾ ചെല്ലുമ്പോൾ തന്നെയാണ് അല്ലെ, ഗ്രൗണ്ട് ഫ്ലോറിലാണ് മെയിൻ ആയിട്ട് നമ്മുടെ OPD ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കാം, ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോർ എന്നുള്ളത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. Then സ്കോപ്പ് ഓഫ് OPD-യിൽ ഞാൻ പറഞ്ഞു റീഹാബിലിറ്റേഷന്റെ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ഞാൻ വായിച്ചപ്പോ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ഓക്കെ, അപ്പൊ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളുടെ OPD-യുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ അടുത്ത പോയിന്റ് നോക്കാം. ഷുഡ് ഷെയർ വിത്ത് IPD diagnostic and therapeutic facilities. ഷെയർ വിത്ത് IPD. OPD നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ IPD എന്ന് പറയുന്നത് എന്താണ്? IPD, യെസ്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്ത് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്? ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, യെസ്, അഡ്മിറ്റ് ആവുന്നത് നിങ്ങൾ പഠിച്ചു അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാതെ തന്നെ പേഷ്യൻസിന് പരിചരണം ഒക്കെ കൊടുക്കുന്നതാണ് IPD എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് OPD എന്ന് പറയുന്നത് IPD ആയിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണെന്ന്. എങ്ങനെയാണ് ഷെയർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്? ഷുഡ് ഷെയർ വിത്ത് IPD. IPD ആയിട്ട് ഷെയർ ചെയ്യുന്നു. എങ്ങനെ IPD ആയിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. IPD ആയിട്ട് OPD ഷെയർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാല് ഒരു ഐഡിയ ഇല്ല. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. OPD IPD ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നു. യെസ്, അത്രേ ഉള്ളൂ അനില. OPD-യിൽ വരുന്ന പേഷ്യന്റിനെ ആണല്ലോ നമ്മള് ഇപ്പൊ ചിലപ്പോൾ 5 ദിവസം മെഡിസിൻ കൊടുത്തു, ചിലപ്പോ നമ്മൾ വീണ്ടും 5 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് ഒരു കുറവും ഇല്ല എങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും? നമ്മൾ 5 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോഴും അഡ്മിറ്റ് ആക്കാം എന്ന് പറയും. നേരെ നമ്മൾ OPD-യിൽ നിന്നും എങ്ങോട്ടായി? IPD-യിലോട്ട് മാറി. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ ഒരു OPD ആയിട്ട് ആദ്യം നമ്മൾ ചെല്ലുന്നു. ചിലപ്പോൾ നമ്മൾ മെഡിസിൻ ഒക്കെ കഴിച്ചു, നമ്മൾ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിച്ചു, ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് കിട്ടി ഓക്കെ ആകും.
ചില ടൈമില് ചില പേഷ്യൻസിന് ചിലപ്പോ മരുന്നൊന്നും കഴിച്ചിട്ടും യാതൊരു കുറവും ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും വന്ന ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയും ഇപ്പൊ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം, ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയും. അപ്പൊ നമ്മൾ എങ്ങനെയായി OPD-യിൽ നിന്ന് വന്ന ഒരു പേഷ്യന്റ് നേരെ IPD-യിലേക്ക് ആകുന്നു. ഓക്കെ, ഇതാണ് അവിടെ ഷെയർ വിത്ത് IPD എന്ന് പറയുന്നത്. Then diagnostic and therapeutic facilities. പിന്നെ അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് രോഗനിർണയം, തെറാപ്റ്റിക് ചികിത്സാപരമായിട്ടുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഈ ലൊക്കേഷൻ OPD-യിൽ തന്നെയാണ് ഇങ്ങനെയുള്ള നമ്മൾ തെറാപ്റ്റിക് ആയിട്ടുള്ള രോഗനിർണയത്തിനായിട്ടുള്ള ടെസ്റ്റുകളും ഇപ്പോൾ ലബോറട്ടറിയും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ OPD-യിൽ തന്നെയാണ് വരുന്നത്. Then മൂന്നാമത്തെ പോയിന്റ് യൂണിഡയറക്ഷണൽ ഫ്ലോ. എന്താ യൂണിഡയറക്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഹോസ്പിറ്റൽ അല്ലാതെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യൂണി മീൻസ് അറിയോ? യൂണി മോഡൽ, മൾട്ടി മോഡൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? യൂണി എന്ന് പറഞ്ഞാൽ ഒറ്റ ദിശ അല്ലെങ്കിൽ ഒരൊറ്റ ദിശയിലേക്ക്. ഇവിടെ ദിശ എന്ന് ഉദ്ദേശിക്കുന്നത് സിംഗിൾ ഡയറക്റ്റ് എന്നാണെങ്കിൽ പറയാം അല്ലെ. അതായത് നമ്മളെല്ലാം, അതായത് ഇപ്പൊ ഒരു രജിസ്ട്രേഷൻ മുതൽ നമ്മൾ എന്താ പറയാ, ഒരു പേഷ്യന്റിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രജിസ്ട്രേഷനിലൂടെയാണ് അല്ലെ. പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നു. ദെൻ രജിസ്ട്രേഷൻ മുതൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഡോക്ടറെ കാണുന്നു. ദെൻ മറ്റ് ഇൻവെസ്റ്റിഗേഷൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ആ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉണ്ടാകും. മിക്ക ഹോസ്പിറ്റലിലും ആ ഒരു OPD-യിൽ തന്നെയാണ് വരുന്നത്. അതിനെയാണ് എന്ത് വിളിക്കുക? യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ അവിടെ നിന്ന് എടുത്തു, വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഇരുന്നു, ഡോക്ടറെ കാണുന്നു ഇല്ലേ. ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിലും മാറ്റങ്ങൾ വരാം, എങ്കിലും ഒരു നോർമൽ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു യൂണിഡയറക്ഷണൽ ഫ്ലോയിലായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? യൂണിഡയറക്ഷണൽ ഫ്ലോ എന്താണെന്ന്. അതായത് നമ്മൾ OPD-യിൽ വന്നു, നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്നു, നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു, ഡോക്ടറെ കാണുന്നതും എല്ലാം ഒരേ ദിശയിൽ, അതായത് ഒരൊറ്റ ഫ്ലോറിൽ തന്നെ ആയിരിക്കുന്നത്. ദിശ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം ഒരൊറ്റ ഡയറക്ഷനിൽ, ആ ഒരൊറ്റ ഫ്ലോറിൽ തന്നെയായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഷൻ, എക്സ്പാൻഡ് ചെയ്യുക, വികസിപ്പിക്കുക ആണ്. അതായത് സ്കോപ്പ്, വികസനത്തിനുള്ള ഒരു സ്കോപ്പും കൂടി അവിടെ ഉണ്ടാവുന്നു OPD-യിൽ. അതായത് ഒരു പുതിയൊരു സെക്ഷൻ കൊണ്ടുവരാനോ അങ്ങനെയുള്ള ഒരു വികസനത്തിന്റെ, കുറച്ചും കൂടി ഒരു വികസനത്തിന്റെ ഒരു സ്കോപ്പ് നമ്മുടെ അവിടെ OPD-യിൽ ഉണ്ടാകും. ചിലപ്പോൾ ഒരു എക്സ്ട്രാ ഒരു റൂമോ അല്ലെങ്കിൽ രജിസ്ട്രേഷന്റെ പുതിയൊരു ബിൽഡിങ്ങോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടുവരാനോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്ന് അവിടെ. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലുകൾ നമുക്ക് പറയാൻ പറ്റും, ഹോസ്പിറ്റലുകൾ ഓരോ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കും. ചിലപ്പോ സെപ്പറേറ്റ് വേറൊരു ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ഒരു ബ്ലോക്ക് എടുക്കുന്നുണ്ടാകും ഇല്ലേ. കണ്ടിട്ടില്ലേ നിങ്ങള്? പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ പണിയും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സ്കോപ്പ് ഒക്കെ അവർ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പുതിയൊരു ഇതായിട്ടുള്ള വിപുലീകരണം. ഓക്കെ, ഇത്രയുമാണ് ലൊക്കേഷനിൽ പഠിക്കാനുള്ളത്. മെയിൻ ആയിട്ട് നോക്കുന്നത് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലാണ് OPD ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. Then should share with IPD. IPD-യുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നു. മീൻസ് നമ്മൾ പറഞ്ഞു OPD-യിൽ വരുന്ന പേഷ്യന്റ് ആണ് ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റിലോട്ട് മാറുന്നത്. Then diagnostic therapeutic facilities, unidirectional flow, scope of expansion. ഒരു ഡെവലപ്മെന്റിനായിട്ടുള്ളൊരു എന്താ പറയാ സ്കോപ്പ് ഉണ്ടെന്ന്. അതായത് പുതിയൊരു ബിൽഡിംഗ് പണിയാനോ എന്നിങ്ങനെയുള്ളൊരു നമ്മളൊരു സ്കോപ്പ് മീൻസ് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോപ്പ്, പുതിയൊരു ബിൽഡിംഗ് പണിയാനോ അല്ലെങ്കിൽ പുതിയൊരു ബ്ലോക്ക് കൊണ്ടുവരാനോ ഉള്ളൊരു സ്കോപ്പ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ലൊക്കേഷൻ ഓഫ് OPD-യിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ ലൊക്കേഷൻ ഓഫ് OPD? ഓക്കെ, then ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അത്യാവശ്യം നമ്മൾ എടുത്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതിയോ? ഒരുപാട് എടുത്ത് ഞാൻ ഫസ്റ്റ് ക്ലാസ് നിങ്ങള് എന്താ പറയാ ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ ആണോ? മതി. ഉറക്കം വരുന്നുണ്ടോ? ഉച്ച സമയമാണ്. ഉറക്കം വന്ന് ഓർക്കെങ്കിലോ?
ഓക്കെ. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങള്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഈസ് ഒ പി ഡി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പേഷ്യൻസ് കംസ് ടു ദ ഹോസ്പിറ്റൽ ടു കൺസൾട്ട് ദെയർ ഹെൽത്ത് ഇഷ്യൂസ് വിത്ത് ഡോക്ടേഴ്സ് ടു സ്റ്റാർട്ട് ട്രീറ്റ്മെന്റ് അല്ലെ. ഇൻട്രൊഡക്ഷൻ പറയണോ? നീതു ലേറ്റ് ആയിട്ടാണോ കയറിയത്? ഓക്കെ. ഒ പി ഡി എന്ന് പറയുന്നത് എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അതായത് നമ്മൾ ഒരു പേഷ്യന്റിന് സ്വാഭാവികമായ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ കാരണം ഹോസ്പിറ്റലിലേക്ക് വരുന്നു, ഡോക്ടറിനെ നമ്മൾ കാണുന്നു, ഡോക്ടർ നമുക്ക് ട്രീറ്റ്മെന്റ്സ് നൽകുന്നു, അതിനുള്ള ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മെഡിസിൻ ഒക്കെ നമുക്ക് തരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? മെഡിസിൻ ഫാർമസിയിൽ പോയി വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തിരികെ വീട്ടിലേക്ക് പോകുന്നു. അഡ്മിറ്റ് ചെയ്യുന്നില്ല. അഡ്മിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ കെയർ, പരിചരണം നമുക്ക് ലഭിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? OPD എന്ന് വിളിക്കുന്നത്. ഔട്ട് പേഷ്യന്റ്. ഔട്ട് എന്ന് ആലോചിക്കാം, പുറത്താണ്, പേഷ്യന്റ് പുറത്തേക്ക് പോവുകയാണ്. ട്രീറ്റ്മെന്റ്സ് കിട്ടി, അവന് മെഡിസിൻ ഒക്കെ കിട്ടി, അവൻ എന്ത് ചെയ്യുന്നു? വീട്ടിലേക്ക് പോകുന്നു. ദെൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഓക്കെ. ദെൻ നമ്മൾ പഠിച്ചപ്പോ എന്തൊക്കെയാണെന്ന് പഠിക്കണം കേട്ടോ. അത് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എന്താണ്, ഒബ്സർവേഷൻ, അങ്ങനെ ഓരോന്നും മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ. ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD-യില് 4 ലക്ഷ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ക്വാളിറ്റി കെയർ കൊടുക്കണം, മോഡേൺ ടെക്നിക്സുകൾ ഉപയോഗിക്കാം, ദെൻ പേഷ്യന്റിന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവന് നല്ലൊരു ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ കൊടുക്കുക, ദെൻ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുക. നമ്മൾ സ്കോപ്പ് നോക്കി. സ്കോപ്പിൽ നമ്മൾ ഏകദേശം പറഞ്ഞ പോയിന്റ്സ് ഒക്കെയാണ്. അപ്പൊ അതിൽ ആന്റിനേറ്റൽ കെയർ ഒന്ന് ഓർത്ത് വെക്കണം, പ്രഗ്നൻസി ടൈമിലെ കെയറിംഗ് ആണ്. ദെൻ റീഹാബിലിറ്റേഷൻ എക്സാമ്പിൾ ആണ് ഫിസിയോതെറാപ്പിയും ദെൻ ഓക്യുപേഷണൽ തെറാപ്പിയും. ദെൻ ലൊക്കേഷൻ ഓഫ് OPD എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് OPD ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിന്റെ ബാക്കി പോയിന്റ്സ് നമ്മൾ പഠിച്ചു. IPD ആയിട്ട് ഷെയർ ഉണ്ട്, യൂണിഡയറക്ഷണൽ ഫ്ലോ ആയിരിക്കും. സ്കോപ്പും നമ്മൾ എക്സ്പാൻഷൻ ഓഫ് സ്കോപ്പ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 50% നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. ആണോ? കാരണം ഞാൻ മാക്സിമം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോ ഞാൻ എല്ലാ ക്ലാസ്സുകളിലും മാക്സിമം ഒരു 50%, അറ്റ്ലീസ്റ്റ് ഒരു 30% നിങ്ങളെ പഠിപ്പിച്ചിട്ട് തന്നെയാണ് പോകാറ്. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ. ക്ലാസ് ക്ലിയർ ആണോ? ഇന്നെടുത്ത് അത്രയും എല്ലാവരും ഓക്കെ ആണോ? നിങ്ങൾക്ക് പറയാട്ടോ. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ആണ് മാം. ക്ലിയർ ആണോ? ഡൗട്ട്സ് ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ് മാം. ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ടെക്സ്റ്റ് കിട്ടാത്തവർ വിഷമിക്കേണ്ട, ടെക്സ്റ്റ് കിട്ടും, അവിടെ തന്നെ കിട്ടും. ദെൻ അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗങ്ങള് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ഇമ്പോർട്ടന്റ് അല്ലാത്തത് പഠിക്കേണ്ട എന്നല്ലാണ്ട് അതിന്റെ അർത്ഥം, എല്ലാം പഠിക്കണം. ദെൻ നമ്മൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളോട് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ. നെയിം, അതിന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, ട്രീസ എന്നാണ് പേര്. ഓക്കെ. ഞാനാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എല്ലാ ടീച്ചേഴ്സും ഒരുവിധം വന്ന് നിങ്ങൾക്ക് പരിചയപ്പെട്ടു. ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു നമ്മുടെ. കുഴപ്പമില്ല അല്ലെ? നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. നിങ്ങൾ എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഉച്ച സമയമാണ്, ചിലപ്പോ കുറച്ച് ഉറപ്പൊക്കെ വരുന്ന ടൈമാണ്. എങ്കിലും മാക്സിമം നമ്മള് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ അതുവരെ നമ്മൾ എന്ത് ചെയ്യാം? എടുത്ത അത്രയും നന്നായിട്ട് വായിക്കണം. മാക്സിമം നിങ്ങൾ അന്ന് തന്നെ എടുത്ത ഭാഗങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. Okay. Okay, thank you. Thank you. Thank you. Thank you, ma'am. അടുത്ത ക്ലാസ്